ഹലോ ആരതി, എവിടാണ്? ഒരു വിശേഷം അറിയുന്നില്ലല്ലോ പെണ്ണെ. ഓ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ നീ കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അറിഞ്ഞു ആള് പെട്ടെന്ന് ഫേമസ് ആയി പോയല്ലോ. വിവേകേട്ടൻ എന്നോട് പറഞ്ഞു, ഏട്ടനിപ്പോ നിന്നെ കുറിച്ച് വലിയ റെസ്പെക്റ്റാ. നിന്റെ കഴിവുകളെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. സാർ അങ്ങനെ പലതും പറയും. അതിവിടെ പത്മ മാഡത്തിനെ ദേഷ്യം പിടിപ്പിക്കാനാ. എല്ലാത്തിനും അനുഭവിക്കുന്ന ഞാനും. എന്തുപറ്റി? എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടായോ? പുതിയ പ്രശ്നമൊന്നുമില്ല, പഴയത് തന്നെ ധാരാളല്ലേ. നന്ദിനി, ഞാനിപ്പോ വിളിച്ചതേ നമുക്കൊരു ഫുഡ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരു ഹോട്ടലുകാരനാ. 200 പേർക്ക് നിത്യേന ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, 3 നേരം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് വേണ്ടത്. നമ്മൾ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ലഞ്ചും ഡിന്നറും ഒക്കെ നമുക്ക് തന്നെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടേ? ഓർഡർ വന്നാ പിടിക്കണ്ടേ? കൊറേ കാലത്തിനുണ്ടാവുമെങ്കിൽ ഒരു സ്ഥിര വരുമാനം ആവുമല്ലോ. ഞാനാണെങ്കിൽ ആ പലിശക്കാരന് കാശ് എങ്ങനെ കൊടുക്കുന്നുള്ള ടെൻഷനിലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് തന്നെ കൊടുക്കണം. ഇന്ന് നിനക്ക് ഇറങ്ങാൻ പറ്റുമോ? ജോലിയുടെ കാര്യല്ലേ, ഇറങ്ങാതെ എങ്ങനെയാ? ഞാൻ യതി സാറിനോടൊന്ന് ചോദിച്ചിട്ട് ഇറങ്ങാം. എന്നാലേ നീ പെട്ടെന്ന് വരാൻ നോക്ക്. ആ പിന്നെ ഞങ്ങള് വീട് മാറിയിട്ടുണ്ട്. ആദ്യം താമസിച്ച വീടില്ലേ, അവിടെ വന്നിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചാ മതി. ആ അവിടുന്ന് കുറച്ചടുത്താ. ആ എന്ന് ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. എന്നാ ശരി. നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. ഇന്നിപ്പോ ഞാനെല്ലാം വാങ്ങിച്ചു വെക്കാം. പിന്നെ നാളെ മുതല് നമുക്ക് ഒരുമിച്ച് കടയിൽ പോകാം. ആ സാധനങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്യാലോ. ആ ആയിക്കോട്ടെ, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങാം. അവിടെ പ്രശ്നമൊന്നും ആവില്ലല്ലോ? ഒരു പ്രശ്നമില്ല. എനിക്ക് ജോലി ചെയ്തല്ലേ പറ്റൂ. എന്റെ കടം വീട്ടിയല്ലേ പറ്റൂ. ഞാൻ വരാം. സർ, എന്താ മോളെ? അടുക്കളയിലെ രാവിലത്തെ പണിയൊക്കെ ഒതുക്കി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? എനിക്കൊരു സ്ഥലം വരെ പോണായിരുന്നു. എവിടെ? ആരതിയുടെ അടുത്ത്. ആകപ്പാടെ മോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആരതിയുടെ അടുത്തേക്കാ. അതിനെന്തിനാ എന്നോട് പ്രത്യേകിച്ച് അനുവാദം ചോദിക്കുന്നത്? മോൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലമല്ലേ, പൊയ്ക്കോ. അതല്ല സർ, ആരതിക്ക് ഒരു ഫുഡ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി മുതൽ ദിവസം അതുണ്ടാവും. ഞങ്ങൾ ഒന്നിച്ചു ചെയ്യാന്ന് തീരുമാനിച്ചിരിക്കുന്നെ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? ഇവിടെ തന്നെ നീ പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ കൂടെ ഇനി വെറുതെ അല്ല സർ, ആരതി എനിക്ക് ശമ്പളം തരും. പണത്തിന്റെ ആവശ്യമുണ്ടല്ലോ. പണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാ അച്ഛനും മോളും അത് പറയില്ലല്ലോ. പത്മ മാഡത്തിന് പണം തിരിച്ചു കൊടുക്കാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പലിശക്ക് എടുത്തതാ. അടുത്ത മാസം പലിശ കൊടുക്കണം. അധികം വൈകാതെ മുതലും തിരിച്ചു കൊടുക്കണം. ഈ പലിശക്കാരുമായിട്ടുള്ള ഇടപാടൊന്നും വേണ്ട. അയാളെ സെറ്റിൽ ചെയ്യാൻ എത്ര പണമാണ് വേണ്ടതെന്ന് പറ, അത് ഞാൻ തരാം. അത് വേണ്ട സർ. അങ്ങനെയായിരുന്നെങ്കിൽ സൂര്യ സാർ പണം തന്നപ്പോ എനിക്കത് വാങ്ങിക്കായിരുന്നല്ലോ. കാത്തൂനും പിച്ചുനും വേണ്ടി എന്തിനെങ്കിലും ചെലവാക്കേണ്ടത് ഞാൻ തന്നെയാ. പണിയെടുത്തത് വീട്ടുമ്പോ അതിനൊരു അഭിമാനം ഉണ്ടല്ലോ. ആത്മാഭിമാനത്തോടെ ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പൊയ്ക്കോ, അധികം ബുദ്ധിമുട്ടരുതെന്നേ അച്ഛന് പറയാനുള്ളൂ. അവിടുത്തെ ജോലി കഴിഞ്ഞ് ഞാൻ വരാൻ അല്പം സന്ധ്യയാവും. വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇവിടെ എന്താ പ്രത്യേകിച്ച് പ്രശ്നം? രാജു ഉണ്ട്. ആ കനക ഇന്നോ നാളെ മറ്റോ എത്തുകയും ചെയ്യും. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. എങ്ങോട്ടൊക്കെയാ? അത് ആരതിയുടെ വീട്ടിലേക്കാ. അവിടെ എന്താ? അത് ആരതിയും നന്ദിനിയും കൂടി ഒരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, എന്താ ബിസിനസ്? എത്രയാ ടേൺ ഓവർ? അല്ല, എത്രയാ ഇൻവെസ്റ്റ്മെന്റ്? അത് പത്മ താൻ ചിന്തിക്കുന്ന രീതിയിലൊന്നുമല്ല. അവർക്കൊരു ഫുഡിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാ.
ഓ, അടുക്കള പണി. ഇവൾ ഇവിടുന്ന് പോയി അടുക്കള പണി ചെയ്ത് സമ്പാദിച്ചിട്ട് വേണം ഈ കുടുംബം കഴിയാൻ, അല്ലേ? നന്ദിനിക്കും കുടുംബത്തിനും അവരുടേതായ ആവശ്യങ്ങളുണ്ടല്ലോ. അവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളോ മകനോ പണം കൊടുക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കണം. അതിനുവേണ്ടി ഇങ്ങനൊരു നാടകം നടത്തുന്നതും ഞാൻ വിശ്വസിക്കണം, അല്ലേ? അല്പം പോലും അഭിമാനമുണ്ടോ നിങ്ങൾക്ക്? ഈ കുടുംബത്തിന്റെ ആസ്തി എത്രയാ? ഈ കുടുംബത്തിന്റെ ബിസിനസ് എത്രയാ? ഈ കുടുംബത്തിന്റെ സ്ഥാനം എന്താ? പുറത്തിറങ്ങിപ്പോയ പത്മയുടെ മരുമകളാണെന്ന് പറഞ്ഞില്ലേ ഇവളെ ഏതെങ്കിലും അടുക്കളയിൽ ചെന്ന് കേറുന്നേ? ആ നാണക്കേട് ഇവൾക്കില്ലായിരിക്കും, പക്ഷെ ചുമക്കേണ്ടത് ഞാനാ. ഇടോ, താണിതത്ര സീരിയസ് ആയിട്ടൊന്നും കാണണ്ട. എന്റെ അഭിമാനം എനിക്ക് സീരിയസ് ഇഷ്യൂ ആണ്. അങ്ങനെ ഒരു ജോലിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അഥവാ പോയാ തിരിച്ചിവിടെ വന്ന് കേറാനും പറ്റില്ല. മാഡം, ഞാൻ ഇവിടുത്തെ എല്ലാ ജോലികളും തീർത്തിട്ടുണ്ട്. നീ സംസാരിക്കല്ലേ? ഞാൻ ഇടപെടുന്ന ആൾക്കാരുടെ ഇടയിൽ നീ ഉണ്ടാക്കി വെച്ച അപമാനം എനിക്ക് നിസ്സാരമൊന്നും അല്ല. ആ നാണക്കെടിന്നും ഒന്ന് തല ഉയർത്തി വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ പുതിയ അഭ്യാസം കൊണ്ട് ഇറങ്ങിയിരിക്കാം. കാട്ടുപടിയകത്ത് നീ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തും ജോലിക്ക് പോകുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അത് അനുവദിക്കുന്ന പ്രശ്നമല്ല. ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്റെ ഭാര്യ എവിടെ ജോലിക്ക് പോകണം, എന്ത് ജോലിക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. അതില് മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അച്ഛൻ എന്തിനാ നന്ദിനെ തടയുന്നേ? എടാ, ഞാനല്ല. അച്ഛനല്ല, ഞാനാ തടഞ്ഞ്. ആര് തടഞ്ഞാലും ശരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ അനാവശ്യമായിട്ട് പലതും കേൾക്കേണ്ടി വരും. ആ, ഇനി വേറെ ഒന്നുകൂടി കേട്ടോ. നന്ദിനിയും ആരതിയും കൂടി ആരംഭിച്ചിരിക്കുന്ന ഫുഡ് ബിസിനസ് എന്റേത് കൂടിയാ. ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഭർത്താവ് ആരംഭിച്ച കമ്പനിയിൽ ഭാര്യ ജോലി ചെയ്യുന്നതില് പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലേ അച്ഛാ? ആ നന്ദിനി, നമുക്ക് നമ്മുടെ ബിസിനസ്സേ നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടേ?